ഞാനിവിടെ വന്നിട്ടുണ്ടല്ലോ രണ്ടാമത്തെ ഉംറ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ആദ്യത്തെ ഉംറക്ക് പോയിട്ടുണ്ടായിരുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു വീഡിയോ ഞാനിങ്ങനെ പെൻഡിങ് ആക്കി ഇട്ടിട്ട് തന്നെയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്ത് മറ്റുള്ളവർക്ക് കാണിക്കണത് അത്ര ശരിയല്ലല്ലോ എന്ന് തോന്നിയോണ്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കിത് കാണുന്നത് തന്നെ ഒരു സന്തോഷമല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. ഞാൻ സൗദിയേക്ക് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ ഉംറ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നോമ്പിനെയാണ് പിന്നെ അടുത്ത ഉംറ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലേസ് നമ്മൾ നേരിട്ടിട്ട് അങ്ങോട്ട് കാണുക എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയാണ് ആ ഒരു മൂമെൻറ്റ് എന്ന് നിങ്ങളോട് പറയാൻ അറിയില്ല. അത്രക്കും അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് മഗ്‌രിബിൻ്റെ സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ മഗ്‌രിബ് നിസ്കാരം ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ത്വവാഫിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ത്വവാഫൊക്കെ കഴിഞ്ഞിട്ട് അതിനുശേഷം സഫ മർവൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നേരം ആ മർവയുടെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു. എങ്ങനെയാണ് അത് നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ എത്രത്തോളം ഞാൻ ആ സമയത്ത് സന്തോഷം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. അതിനുശേഷം നമ്മൾ തിരിച്ചിട്ട് ടാക്സിയിലാണ് പോന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇവിടുന്ന് ഷർഫിയ വരെ ബസ്സിനും അവിടുന്ന് ടാക്സിക്കാണ് കേട്ടോ മക്കത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ ഡയറക്റ്റ് ടാക്സിയിലാണ് വീടിൻ്റെ അതുവരെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം. ബൈ.